Hi friends, welcome to Pradhavji Tech. Realme 3 Pro എന്ന ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നു. Redmi Note 7 Pro വന്നപ്പോൾ തൊട്ട് Realme 3 Pro എന്ന ഫോണിനെ കുറിച്ച് ഒരുപാട് റൂമേഴ്സ് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫോൺ ഒരുപക്ഷേ Redmi Note 7 Proയേക്കാൾ ബെറ്റർ ആയിട്ടായിരിക്കും വരിക എന്ന് നമ്മളെല്ലാവരും എക്സ്പെരിമെന്റോട് തന്നെ കാത്തിരുന്ന ഒരു ഫോണാണ്. ഫോൺ ലോഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടെത്താൻ പോകുന്നത് ശരിക്കും ഇതിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ Redmi Note 7 Proയേക്കാൾ ബെറ്റർ തന്നെയാണോ എന്നുള്ളതാണ്. ഡിസൈൻ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷനോട് കൂടിയ LCD ഡിസ്പ്ലേ ആണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത്. 6.3 ഇഞ്ച് ഡ്യൂ ഡ്രോപ്പ് നോച്ച് ഒക്കെ ആയിട്ട് നല്ലൊരു ഡിസൈനും നല്ലൊരു ഡിസ്പ്ലേ. ഫ്രണ്ട് ഡിസ്പ്ലേ ഓക്കെയാണ്, നല്ല സ്റ്റൈലിഷ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഡിസൈൻ ഓക്കെയാണ്. റിയർ സൈഡിലേക്ക് വരുമ്പോൾ പോളികാർബണേറ്റ് പ്ലാസ്റ്റിക് ഡിസൈനാണ്, ഗ്ലാസ് ഒന്നും കിട്ടുന്നില്ല, ഗ്ലാസ് ഡിസൈൻ ഒന്നും അല്ല വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ഡിസൈനാണ് റിയർ സൈഡിൽ വരുന്നത്. മൊത്തത്തിൽ നിങ്ങൾക്ക് ഡിസൈൻ ഇവിടെ കാണാം, തിരക്കില്ലാത്ത നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്ട്രോങ് ആയ Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ട് സൈഡിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രോസസർ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ Snapdragon 710 എന്ന് പറയുന്ന പ്രോസറാണ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ 710 670 എന്നുള്ള വ്യത്യാസങ്ങൾ ഏതാണ് ബെറ്റർ ആവുക, ഏതൊക്കെ മേഖലയിലാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. മുകളിൽ ഐക്കാർഡിൽ അതിന്റെ ലിങ്ക് ഉണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ. എന്താണ് 710 അതിന്റെ നിലയ്ക്ക് നല്ല പ്രോസറാണ്, ബെറ്റർ ആയ കുറച്ച് പവർഫുൾ ആയ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ പവർഫുൾ ആയ GPUം കാര്യങ്ങളും ഈ ഫോണിലാണുള്ളത്. അപ്പോൾ ഏറ്റവും നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് തരാൻ കഴിവുള്ള ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഈ ഒരു ഫോൺ ഉണ്ടാവുക. അപ്പം നല്ലൊരു പ്രോസറും നല്ലൊരു GPUം കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്, 2 സിമ്മും മെമ്മറി കാർഡും ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കും. അതേപോലെ 4GB RAM, 64GB സ്റ്റോറേജ്, 6GB RAM, 128GB സ്റ്റോറേജ് തുടങ്ങി നല്ലൊരു ഫീച്ചർ പാക്ഡ് ആയ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇനി ഒന്നും പറയാനില്ല. ഗെയിമിങ്ങിന്റെ കാര്യം എന്തായാലും നമുക്ക് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. 7 Proയേക്കാൾ ബെറ്റർ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ബെറ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, കാരണം ബെറ്റർ ആയ GPUം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഫോർട്ട്നൈറ്റ് പോലുള്ള ഗെയിമുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യും, കളിക്കാൻ സാധിക്കുമെന്ന് Realme തന്നെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ ടെസ്റ്റ് ചെയ്യാം. ഫോൺ എന്തായാലും നമ്മൾ എടുക്കും, അതിന്റെ റിവ്യൂ കാര്യങ്ങൾ വരുമ്പോൾ പടിപ്പടിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വീഡിയോ വഴി നിങ്ങളെ അറിയിക്കാം. അപ്പോൾ എന്തായാലും ആ ടെസ്റ്റുകൾക്ക് വേണ്ടി വീണ്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ മാത്രമാണ് ഓൺ ടൈം നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം നല്ലൊരു തികഞ്ഞ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16+5 മെഗാപിക്സൽ ഡുവൽ റിയർ ക്യാമറ, 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയും. 25 മെഗാപിക്സൽ സെൽഫി ക്യാമറയിൽ നമുക്ക് പിക്സൽ ബെൻഡിങ് ഉപയോഗിച്ചുകൊണ്ട് 12 മെഗാപിക്സൽ ആക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ലോ ലൈറ്റിലൊക്കെ ബെറ്റർ ആയ ഇമേജുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നല്ലൊരു സെൽഫി ക്യാമറയുണ്ട്. Realme U1ന്റെ ഒക്കെ ഒരു ടെക്നോളജിയാണ്. അപ്പോൾ അതിലൊക്കെ നല്ല സെൽഫി ക്യാമറയുള്ള ഫോണുകളാണ്. അപ്പം നല്ലൊരു സെൽഫി ക്യാമറ നമുക്ക് ഈ ഫോണിൽ കിട്ടും. റിയർ സൈഡിൽ നമുക്ക് 16+5 മെഗാപിക്സൽ ഡുവൽ റിയർ ക്യാമറയാണ്. അവിടെ നമുക്ക് നല്ലൊരു ക്യാമറ ഫെസിലിറ്റി കിട്ടുന്നു. സ്ലോ മോഷൻ 120 ഫ്രെയിം പെർ സെക്കൻഡ് ഫുൾ HD കിട്ടും. സൂപ്പർ സ്ലോ മോഷൻ 960 ഫ്രെയിം പെർ സെക്കൻഡ് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് HD-യിലായിരിക്കും. അപ്പം നല്ലൊരു സൂപ്പർ സ്ലോ മോഷൻ ഫെസിലിറ്റി വരെയുള്ള ക്യാമറ സെറ്റപ്പാണ്. 4K തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. EIS പോലുള്ള സ്റ്റെബിലൈസേഷൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നല്ലൊരു സ്റ്റെബിലൈസേഷൻ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ് വരുന്നത്. 4Kയിൽ നമുക്ക് ഈ സ്റ്റെബിലൈസേഷൻ കിട്ടില്ല. സാധാരണ എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ് ഈ ഒരു റേഞ്ചിൽ. അപ്പം നമുക്ക് സ്റ്റെബിലൈസേഷൻ കാര്യങ്ങളൊക്കെ ഫുൾ HD വീഡിയോസിൽ കിട്ടും. അപ്പം നല്ലൊരു ക്യാമറ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നൈറ്റ് സ്കേപ്പ് പോലുള്ള നൈറ്റ് മോഡുകളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം നല്ലൊരു ഫുൾ പാക്ഡ് 4K, EIS, സ്ലോ മോഷൻ, സൂപ്പർ സ്ലോ മോഷൻ, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുന്ന ഒരു നല്ല ക്യാമറ സെറ്റപ്പ്. പിന്നെ ഒരു കാര്യം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സംഗതി ഇങ്ങനെയാണ്, 64 മെഗാപിക്സലിന്റെ ഇമേജ് വരെ എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിന്റെ ടെക്നോളജിയും ക്വാളിറ്റിയും ഒക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ആ ഫോൺ കയ്യിൽ കെട്ടിക്കഴിയുമ്പോൾ ഞാൻ വിശദമാക്കി തരാം. എന്തായാലും അങ്ങനെ മെഗാപിക്സൽ കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് 64 മെഗാപിക്സൽ, അത് പ്രോ മോഡലിൽ കടന്നാൽ നമുക്ക് അവിടെ 64 മെഗാപിക്സലിന്റെ ഇമേജ് വരെ എടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗംഭീര ഒരു പാക്കാണ് ക്യാമറയുടെ കാര്യത്തിൽ. ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ റിയൽ ലൈഫിൽ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ ആ ഫോൺ കൈ കെട്ടി റിവ്യൂസ് ചെയ്യുമ്പോൾ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നല്ലൊരു ഫീച്ചർ പാക്ഡ് ക്യാമറ സെറ്റപ്പ്. ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 4000 mAh 4045 എന്നാണ്, അതായത് 4045 mAh ബാറ്ററിയാണ്. നല്ല ബാറ്ററി കപ്പാസിറ്റി ആണ്. ഒപ്പം തന്നെ VOCC ചാർജ് 3 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ്ങും കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ഫാസ്റ്റ് ചാർജർ ബോക്സിനകത്ത് തന്നെ കിട്ടും. അപ്പോൾ ബോക്സിൽ ഫാസ്റ്റ് ചാർജർ അടക്കം വരുന്ന നല്ല ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി ഉള്ള ഒരു ഫോണാണ്. പിന്നെ ഈ VOCC ചാർജിങ്ങിന് വേറെയും കുറെ പ്രത്യേകതകൾ, പ്രത്യേകിച്ചും ഗെയിമിംഗ് ഒക്കെ. ഈ ഒരു ഫോൺ ഗെയിമിംഗ് ഫോൺ, ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ, ഈ ഒരു 20,000 താഴെ അല്ലെങ്കിൽ 15,000 രൂപ റേഞ്ച്, ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ഗെയിമിംഗ് ഫോൺ എന്ന് പറയാൻ പറ്റും. കാരണം ഏറ്റവും നല്ല CPU ഒപ്പം നല്ലൊരു പവർഫുൾ ആയ GPU, അപ്പം നല്ലൊരു സ്മൂത്ത് ആയ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കിട്ടും. അതിൻ്റെ ഒപ്പം ഈ VOCC ചാർജിന്റെ സപ്പോർട്ട്, നല്ല ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ VOCC ചാർജിന്റെ പ്രത്യേകതയായിട്ട് അവർ ലോഞ്ച് എടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഗെയിം കളിക്കുമ്പോൾ ഇപ്പോൾ ചാർജ് കഴിയുകയാണെങ്കിൽ നമുക്ക് ചാർജിൽ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ഗെയിം കളിക്കാൻ സാധിക്കും. അതുകൊണ്ട് അപകടങ്ങളില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമാക്കാൻ ഭാവിയിൽ. VOCC ചാർജിനെ പറ്റി അറിയാവുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാം. അത് ഇത്തിരി സേഫ്റ്റി കൂടിയ ഒരു ചാർജർ തന്നെയാണ്. അപ്പം അങ്ങനെ നല്ല ഒരു ചാർജറും ചാർജിങ് സെറ്റപ്പ് ഒക്കെ ആയിട്ട് നല്ലൊരു ബാറ്ററി, ആ ബാറ്ററി സെറ്റപ്പ്, മൊത്തത്തിലുള്ള ബാറ്ററി സെറ്റപ്പും ഒരു എല്ലാം തികഞ്ഞൊരു ബാറ്ററി സെറ്റപ്പാണ്.
പക്ഷെ ഒരു മൈനസ് പോയിന്റ് അവിടെ നമുക്ക് ഈ വൂക്ക് ചാർജിങ്ങിന് വേണ്ടിയിട്ട് അവർക്ക് മൈക്രോ USB ഉപയോഗിക്കാൻ പറ്റുള്ളൂ, ടൈപ്പ് സി പോർട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ മൈക്രോ USB തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ 2019 ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും ടൈപ്പ് സി പോർട്ടാണ് എല്ലാ കമ്പനികളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ റിയൽമിക്ക് ഈ ഫാസ്റ്റ് ചാർജിങ് ഫെസിലിറ്റി തരണമെങ്കിൽ മൈക്രോ USB വേണം. അപ്പോൾ ഈ ടൈപ്പ് സി പോർട്ട് ഇല്ല എന്നുള്ളത് നമുക്ക് വൂക്ക് ഫ്ലാഷ് ചാർജിങ് എന്ന് പറയുന്ന നല്ലൊരു ഫെസിലിറ്റി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എന്തായാലും ടൈപ്പ് സി പോർട്ട് വരുന്നില്ല, മൈക്രോ USB പോർട്ടാണ്. അപ്പോൾ ഇതാണ് ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ. അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പ്ലസ് ആൻഡ് മൈനസ് ഒന്ന് ഇപ്പോഴത്തെ ഈ ഫീച്ചർ വൈസ് നമ്മൾ ഇതിന്റെ പ്ലസ് ആൻഡ് മൈനസ് നോക്കിയാൽ നല്ല ഡിസൈൻ ഉണ്ട്. ഡിസൈനിൽ ഒരു മൈനസ്, അതായത് റിയർ സൈഡിലെ പ്ലാസ്റ്റിക് ഡിസൈൻ. പെർഫോമൻസ് അടിപൊളി പെർഫോമൻസ്, GPU ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് എല്ലാ സംഭവങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്യാമറ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഫീച്ചർ വൈസ് ഇതിനകത്തുണ്ട്. സൂപ്പർ സ്ലോ മോഷൻ അടക്കം എല്ലാ സംഭവങ്ങളും. ബാറ്ററി അടിപൊളി ബാറ്ററി, നല്ല വൂക്ക് ചാർജർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു നെഗറ്റീവ് പോയിന്റ് മൈക്രോ USB ആണ്. അപ്പോൾ ഈ 2 നെഗറ്റീവ് പോയിന്റ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളി ഫുൾ പാക്ഡ് ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫുൾ പാക്ഡ് എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് സി ഇല്ല എന്നുള്ളത് ചിലപ്പോൾ കമന്റ് ചെയ്യാൻ വഴിയുണ്ട്. കമന്റ് ചെയ്യേണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു ഫോണായിട്ട് തന്നെ, നല്ല ബെറ്റർ ആയ ഒരു ഫോണായിട്ട് തന്നെയാണ് Realme 3 Pro ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രൈസ് 4GB RAM 64GB വേരിയന്റിന് 13,999 രൂപയാണ്. അതേപോലെ 6GB RAM 128GB സ്റ്റോറേജിന് 16,999 രൂപയാണ്. അപ്പോൾ നല്ല ഒരു പ്രൈസിങ് കാര്യങ്ങളും നമ്മുടെ Redmi Note 7 Pro നോക്കിയാൽ കറക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അപ്പം നല്ലൊരു പ്രൈസിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ ഫീച്ചറുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വൂക്ക് ചാർജും കാര്യങ്ങളൊക്കെ പരിഗണിക്കുമ്പോൾ നല്ലൊരു പ്രൈസിങ്ങിൽ തന്നെ നല്ലൊരു ഫോണാണ് വന്നിരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിലും റിയൽമിയുടെ സൈറ്റിലുമാണ് ഇതിന്റെ സെയിൽ ആരംഭിക്കുക. ഓഫ്ലൈൻ സ്റ്റോറുകളിൽ അടുത്ത് തന്നെ കിട്ടുമെന്നും പറയുന്നുണ്ട്. എന്നാണെന്ന് ഡേറ്റ് വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും 29-ാം തീയതി ഇതിന്റെ സെയിൽ ആരംഭിക്കുകയാണ്. നമുക്ക് Realme 3 Pro വേണമെങ്കിൽ അന്ന് വാങ്ങിച്ചു തുടങ്ങാം. ഇതിന്റെ ഒപ്പം തന്നെ Realme C2 എന്നൊരു ഫോൺ കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല എൻട്രി ലെവൽ ഫോൺ തന്നെയാണ്. അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും Realme 3 Pro ഒരു മികച്ച ഫോണാണ്. Redmi Note 7 Proയ്ക്ക് ഒരു ഗംഭീര കോമ്പറ്റീഷൻ ആയിട്ട് തന്നെ വന്നിരിക്കുകയാണ്. എന്തായാലും അതിന്റെ കൂടുതൽ വീഡിയോസ്, അതുമായി ബന്ധപ്പെട്ട കമ്പാരിസൺ വീഡിയോസും ഒക്കെ റിയൽമി ഫോണിന്റെ അൺബോക്സിംഗ് വീഡിയോസ് എല്ലാ സംഭവങ്ങളും വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. പക്ഷേ ആ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഒപ്പം തന്നെ മറക്കാതെ ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും വീണ്ടും മറ്റൊരു ടെക് വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.